ഫൈനലി ഡാഡ് ഇതെടുത്തിരിക്കുകയാണ്. അവിടെ സന്തോഷം കണ്ടോ? സന്തോഷം കണ്ടോ? മോനെ വിരാട് കോഹ്ലിയുടെ ബാറ്റ്. Every boy's dream. ഗൈസ് ഇത് സഞ്ജു സാംസന്റെ. ഇത് പുള്ളിയുടെ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തൊട്ട് സഞ്ജുവിൻ്റെ പുതിയ സ്റ്റിക്കറാണ് കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നലെ മേഘ ബാറ്റ് മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ഒരു 1 ഹവറിനകത്ത് നമ്മൾ വണ്ടി എടുത്ത് എറണാകുളത്ത് എത്തിയിരിക്കാൻ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്ന് മനസ്സ് മാറിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അശരീരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നമ്മൾ സന്തോഷമുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പറ്റി ചിലപ്പോൾ തടസ്സം വരാൻ ചാൻസ് ഉണ്ട്. വൈകിപ്പിക്കാൻ പാടില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് സ്പോർട്സ് ഷോപ്പിൽ എനിക്ക് തോന്നുന്നു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അലമ്പല്ലേ തോലു. അച്ഛൻ സന്തോഷമുള്ള ദിവസമല്ലേ? അച്ഛൻ സന്തോഷമുള്ള ദിവസമല്ലേ? അതെ. അച്ഛന് സന്തോഷമുള്ള ദിവസമല്ലേ? അലമ്പല്ലേ? അപ്പൊ ട്രിവാൻഡ്രത്ത് ഷോപ്പുകളിലാണെങ്കിൽ കൊടുത്താൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും. എനിക്ക് അത്രയും ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അതുകൊണ്ടാണ് എറണാകുളത്തോട്ട് വന്നത്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് കാക്കനാട് പുതിയ നമ്മൾ ഹാർദിക് പാണ്ഡ്യ യൂസ് ചെയ്യുന്ന SG ആണല്ലോ. അപ്പോൾ XGയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ കാക്കനാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അവിടെ ആകുമ്പോൾ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും, പ്ലെയർ എഡിഷൻ. അപ്പോൾ നോക്കാം, ഹാർദിക് പാണ്ഡ്യയുടെ ആണ് നമുക്ക് ഏതാണ് കുറച്ചും കൂടി കംഫർട്ട് ആവുന്നത് അതനുസരിച്ചുള്ള സാധനം നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഞാനൊരു ഫുൾ കിറ്റ് മേടിക്കാനും ചാൻസ് ഉണ്ട്. എല്ലാം അവിടെ പോയിട്ട് എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്നത് പോലെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആഗ്രഹിച്ച സാധനം അധികം വൈകാതെ തന്നെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതൊരു ക്രിക്കറ്റ് ലവറിനാണ്, അത് കറക്റ്റ് അത് മനസ്സിലാവും. ഷോറൂമിൽ പോയിട്ട് സാധനം നോക്കാം. അത് തന്നെ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ ഈ പെൺകുട്ടികൾ സാരിയും ഡ്രസ്സൊക്കെ നോക്കുന്ന അതേ സമയം എടുക്കും നമ്മളൊരു ബാറ്റ് നോക്കാൻ. അത്രയും സമയം, അതിൽ കൂടുതൽ എടുത്താലേ ഉള്ളൂ. കാരണം അതൊക്കെ ഒരു സാധനം മേടിക്കാൻ പറ്റും ലൈഫിൽ. ഇനി സത്യം പറയാം, ഇനി ഈ ഒരു ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഞാൻ ബാറ്റ് ഞാൻ മേടിക്കത്തില്ല. ഇനി അത് എന്തായാലും 3 ബാറ്റുണ്ട്. ഒന്ന് ഒരു SS-ന്റെ 2 ബാറ്റും ഈ എടുക്കാൻ പോകുന്ന SGയുടെ. അപ്പോൾ ഇനി എന്തായാലും എൻ്റെ ബാറ്റ് കൊതിയതോട് കൂടി തീരുകയാണ്. ഇനി എന്തായാലും ഞാൻ പൈസ കൊടുത്ത് ഒരു സാധനം ഞാൻ എടുക്കില്ല, അല്ലെ? പൈസ ചെലവാക്കി ഇനി എന്തായാലും ഞാൻ എടുക്കില്ല. ഇത് ലാസ്റ്റ് ആണ്. നേരെ ഷോറൂമിൽ പോകാൻ മുമ്പ് ബിജോയും ആകാശും അപ്പുറത്തെ ടാർസന്റെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരെയും പിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് പോകാനായിട്ട്. റെഡി? അതെ, നല്ല രസമുണ്ടല്ലോ തോലുമ. അവിടെ നിൽക്കുമ്പോ ഇങ്ങോട്ട് ചാടാൻ നോക്കും, ഇവിടെ നിൽക്കുമ്പോ അങ്ങോട്ട് ചാടാൻ നോക്കും. ആ മെനു ഒക്കെ എടുത്തു. ഓക്കെ, അയ്യോ അത് മതി നോക്കളെ. സോ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇത്രയും പ്ലെയർ എഡിഷൻ ബാറ്റുണ്ട്. ഇപ്പം ഇതിപ്പം കുൻഫു പാണ്ഡ്യയുടെയാണ്, പ്ലെയർ എഡിഷൻ ബാറ്റാണ്. ഞാൻ അത്യാവശ്യം ഒരു ബോട്ടം പ്രൊഫൈലുള്ള താഴെ നല്ലൊരു കുറച്ചും കൂടി ബോട്ടം വരുന്ന സാധനമായിരിക്കും ഞാൻ എടുക്കുന്നത്. കാരണം ഓൾറെഡി ഇതേ പ്രൊഫൈലുള്ള ഒരു SS-ന്റെ ബാറ്റിൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി അടിയിലോട്ട് ബോട്ടം പ്രൊഫൈലുള്ള ബാറ്റായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഗൈസ്, ഈ ഷോപ്പിലുള്ള ഏറ്റവും വില കൂടിയ ബാറ്റാണ്. 1.5 ലക്ഷം രൂപ. ഇത് വേണ്ടത് നമുക്ക്. ഇതാണ് പ്രേസ് കളിക്കുന്ന ബാറ്റ്. ഹാർദിക് പാണ്ഡ്യയുടെ HP 33. ഒരു 1.5 ലക്ഷം രൂപയാണ്. വേണം, വേണം. അമ്മയൊന്നും മേടിച്ചായിരുന്നേ. കൊച്ചിന് നമ്മൾ ഇതൊക്കെ ഷോപ്പാണ്, നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ഭാവിയിൽ വേണ്ടത്. ഓക്കെ, അല്ല അത് ഇഷ്ടപ്പെട്ടു. തോലുമിന് ഇഷ്ടപ്പെട്ടു. ഇല്ല ബാറ്റ് മാത്രം അങ്ങനെ ഒന്നും ചെയ്യും. ക്യാമറ വേണോ? ഇത് വേണ്ട. നമുക്ക് 1 ലക്ഷമാണ് അമ്മ പറഞ്ഞത് ലിമിറ്റ്. ആ ലിമിറ്റിനുള്ള ഞാൻ എടുത്തിട്ട് കൊണ്ടുതരാം, കളിക്കാൻ തരാം. ഓക്കെ, ഗൈസ്, ഇത് സഞ്ജു സാംസന്റെ. ഇത് പുള്ളിയുടെ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തൊട്ട് സഞ്ജുവിൻ്റെ പുതിയ സ്റ്റിക്കറാണ് കേട്ടോ. ഇനി ഇതായിരിക്കും പുള്ളി യൂസ് ചെയ്യുന്ന അടുത്ത സ്റ്റിക്കർ. സഞ്ജു ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്റിൻ്റെ സ്റ്റിക്കർ ഇതാണ്. ഇനി തൊട്ട് വരാൻ പോകുന്നത് ഇതായിരിക്കും. എത്ര
രൂപയാണ്. ഇത് 1,10,000. എല്ലാ പ്ലെയർ എഡിഷനും 1,00,000 രൂപ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് കുറച്ച് ബോട്ടം പ്രൊഫൈലുള്ള ബാറ്റാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എടുക്കുള്ളൂ. ഞാൻ ഇങ്ങനെ സെർച്ചിങ് ആണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് പ്ലേയേഴ്സിൻ്റെ ഉണ്ട്. റയാൻ പരാഗ്, എന്താണ് ഋഷഭ് പന്ത്, അത് ഓരോ പ്ലേയേഴ്സിൻ്റെ അനുസരിച്ചിരിക്കും. ഞാൻ കുറച്ച് ബോട്ടം പ്രൊഫൈലാണെന്ന് നോക്കുന്നത് കൊണ്ട് ഇന്ന പ്രൊഫൈലൊന്നുമില്ല, ഇഷ്ടപ്പെട്ട അങ്ങനെ എടുക്കുക. ബാറ്റ് എടുക്കുന്ന കൊച്ചിൻ്റെ സന്തോഷം. ഒരു മാസം 2 ദിവസം ഇങ്ങോട്ട് വരാം. ഒരു മാസത്തിൽ 2 ദിവസം ഇങ്ങോട്ട് വരാം. കൊച്ചിന് സന്തോഷം കാണാനായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ SG-യുടെ കുൻഫു പാണ്ഡ്യ നോക്കി, ഹാർദിക് പാണ്ഡ്യ. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡക്ബിൽ പ്രൊഫൈൽ എനിക്ക് വേണ്ട, ഞാൻ ബോട്ടം പ്രൊഫൈലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ അത് എടുത്തു. പക്ഷേ പിന്നീട് ഈ ഋഷഭ് പന്തിൻ്റെ ബാറ്റ് എൻ്റെ ഒരു പിൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തെറുപ്പുണ്ട്, അതിനേക്കാളും കുറച്ചുകൂടി തെറുപ്പ് ഇതിനാണ്. പിന്നെ അതും ഈ 2 സാധനമാണ് ഞാനിപ്പോൾ ഫൈനലി എടുത്ത് വെച്ചേക്കുന്നത്. KL രാഹുലിൻ്റെതും ഋഷഭ് പന്തിൻ്റെ. ഈ രണ്ടും ഒന്നിനൊന്ന് മിച്ചമാണ്. എനിക്ക് കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടത് KL രാഹുലിൻ്റെയാണ്. സോ ഈ ബാറ്റിൻ്റെ വില 1,10,000. ഹാർദിക് പാണ്ഡ്യ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ KL രാഹുലാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം നല്ല ഗ്രെയിൻസും ഉണ്ട്. ഒരു ഡബിൾ കളർ തടിയാണ്, ഒരു വൈറ്റും ബ്രൗണും. അപ്പോൾ അങ്ങനെ ഒന്ന് അത്യാവശ്യം നല്ല തടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാനിത് എടുത്തത്. ഇതില സാധനം ഒരു രക്ഷയില്ല. തുരുമാ ഫൈനലി ഡാഡ് ഇതെടുത്തിരിക്കുകയാണ്. അവളെ സന്തോഷം കണ്ടോ, സന്തോഷം കണ്ടോ. താങ്ക് യു മാഡം, താങ്ക് യു മോനെ. സാധനം ഇത് കൊള്ളാം. പിന്നെ ഇവിടെ വന്നപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളൂടെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. മിക്കവാറും അതും കൂടി ഒന്ന് ഞാൻ മേടിക്കും. ഇതെൻ്റെ അവസാനത്തെ സാധനമാണ്. ഞാൻ ഇനി ഒരു സാധനം ഞാൻ വാങ്ങിക്കില്ല. ഇതും ബാറ്റും അവസാനത്തെ എൻ്റെ ക്രിക്കറ്റ് GS കൂടിയാണ്. അത് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാൻ വരും. ചുമ്മാ ഇല്ല ഞാൻ സത്യമാണ്. ഇനി 3 ബാറ്റുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണം. എനിക്ക് എൻ്റെ ഒരു ഡ്രീം, അതായത് ഇത് കൊച്ചിലോട്ടുള്ള ഡ്രീമൊന്നുമല്ല, കാരണം ഇത്രയും വിലയുള്ള ബാറ്റ് ഉണ്ടെന്നോലെ എനിക്ക് അറിഞ്ഞു. പക്ഷേ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയതിന് ശേഷം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്ലെയർ എഡിഷൻ ബാറ്റ് എടുക്കണമെന്നുള്ള സാധനം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് റീസെൻ്റ്ലി ഞാൻ ആഗ്രഹിച്ചതിൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയത്. അതിന് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് മേഘയുടെ. വർഷങ്ങൾ കഴിയുമ്പോൾ തൂലുമ എഡിഷൻ ബാറ്റൊക്കെ വരും. തൂലിക എഡിഷൻ ബാറ്റ് അവർക്ക് ബാറ്റിനോട് ഇഷ്ടമാണ്, ക്രിക്കറ്റ് തന്നെ, വേറെ ഒന്നും വേണ്ട. ഓക്കെ അല്ല, ചിരിയുണ്ട, 2 പല്ല് കാണിച്ചുള്ള ചിരിയുണ്ട. പിടിക്കോ വേണ്ട. അങ്ങനെ ഗൈസ്, എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് മേഘ ഒരു ബിഗ് ഒരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. ബാറ്റ് മാത്രമല്ല, ബാഗും പിന്നെ ഒരു പാഡ്, ഒരു പെയർ പാഡും ഗ്ലൗവും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അലമ്പല്ലേ, ഞാൻ പറഞ്ഞോട്ടെ, ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് നോക്കുമ്പോൾ ഞാൻ അവസാനം KL രാഹുലിൻ്റെ ബാറ്റ് എടുത്തു. പക്ഷെ അത് ബാറ്റ് അത്ര അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ KL രാഹുലിൻ്റെ പാഡ് തന്നെ. അത് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ ഫുൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇതിപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയ SG-യുടെ ഷോറൂമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ 70,000 രൂപയ്ക്ക് മുകളിൽ മേടിച്ചത് കൊണ്ട്, പർച്ചേസ് ചെയ്തതുകൊണ്ട് നമുക്ക് 25% ഓഫറുണ്ട് എല്ലാ സാധനത്തിനും. അപ്പോൾ എല്ലാത്തിനും അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടി. കറക്റ്റ് എല്ലാം കൂടി 1,00,000 രൂപ എനിക്ക് എല്ലാം കൂടി. താങ്ക് യു മേഡം. ഇനി എന്തായാലും ഞാൻ എൻ്റെ ബാറ്റിൻ്റെ കൂടെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇനി പൈസ മുടക്കി ഞാൻ എന്തായാലും ഇനി ബാറ്റ് മേടിക്കുന്നില്ല, തരുന്നില്ല. ഓക്കെ, അത് ശരിയാണ്. എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു പ്ലെയർ എഡിഷൻ ബാറ്റ് വാങ്ങണം എന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ ആഗ്രഹം കഴിഞ്ഞു. എനിക്ക് ഇതിൽ ഉപരി എനിക്ക് വേറെ ഒന്നുമില്ല. ഇത് തന്നെയാണ് എൻ്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മേടിക്കുന്നതിലുള്ള എൻ്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അതിൽ മേഘ ഒരുപാട് എനിക്ക് വേണ്ടി അവൾ ഇത്രയും എമൗണ്ട് കളഞ്ഞു. അവൾക്കാണെങ്കിൽ അത് സൂക്ഷിക്കായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി അവൾ ഇത്രയും ചെയ്തു. താങ്ക് യു.
താങ്ക് യു മേഡം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇതിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഒരാളും കൂടി വീട്ടിൽ ഭയങ്കര എക്സൈറ്റഡ് ആവും. എൻ്റെ അനിയൻ അവൻ വരാൻ പറ്റിയില്ല, പക്ഷേ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഇപ്പോൾ 2 കിറ്റായി. എൻ്റെ ഉള്ള കിറ്റിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം മേഘയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇനി ഇവർക്കൊക്കെ ചെറിയൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ കൊച്ചിയിൽ വന്നിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ നെറ്റ്സ് ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പം പുള്ളി ഉച്ചയ്ക്ക് ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോകണം. പുള്ളിയുടെ വീട്ടിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റ്, വിരാട് കോഹ്ലി കളിച്ച ബാറ്റ് കൊണ്ടിരിക്കണം. അത് കാരണം അപ്പം എല്ലാത്തിനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ ഉണ്ടാവും. അപ്പം അതെ, ക്രിക്കറ്റ് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ നമ്മളിനി നേരെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഏയ് സച്ചിൻ ചേട്ടൻ, ഹലോ. ഇന്ത്യൻ ടീമിന്റെ വാഗ്ദാനമാണ് എൻ്റെ പ്ലാൻ ബി. ഹലോ, എന്റെ പേരെന്താ കുഞ്ഞുവിടെ? കോഹ്ലിക. തൂലിക്കാണോ? KL രാഹുലിന്റെ ഒരു സാധനം കിട്ടി. പുതിയ ചേട്ടൻ പറഞ്ഞ പോലെ ഡബിൾ കളറും ആ സാധനം എടുത്തു. വെയിറ്റ് കേട്ടല്ലേ? വെയിറ്റ് കറക്റ്റാ. നല്ല ഇതുമുണ്ട്, കറക്റ്റാകുമ്പോൾ നല്ല ഇതും ഋഷഭ് പന്തിന്റെ ഉണ്ടായിരുന്നു. അതും രണ്ടും ഇത് പുതിയതായിരുന്നു. അതെ, പുതിയതാണ്. കേരളാണ് നല്ലതാ. ഇത് ഈ നല്ല ബോളി കളിക്കുന്ന വരുമ്പോഴാണ് ഈ ബാറ്റ് പോട്ടെന്ന് സംഭവം. എല്ലാം മനസ്സിലായോ? നല്ല ബോളില് കളിക്കുന്ന അച്ഛനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കേട്ടോ, ഫുഡ് കഴിച്ചോ കൊച്ച്? ഈ ചെറുതിൽ ഭയങ്കര ഇഷ്ടമുള്ള പേരായിരുന്നു അപ്പു. അപ്പു വന്നിട്ട് ഇനി ഒരു അമ്മൂട് പറഞ്ഞു. ഇവിടെ ഒരു പപ്പി ഉണ്ട്, പപ്പി കാണണോ? കാണണോ? ഞാൻ ഇഷ്ടമാണോ? ആഹാ, ഇവിടെ വരത്തണോ? പപ്പീനെ കാണണ, പപ്പീനെ. നമ്മുടെ ടോക്കിയോ പോയിട്ട് വന്നോ? ആദ്യം പുതിയ കളർ ആയതുകൊണ്ട് നമ്മളുടെ പ്യൂർ വൈറ്റ് ആണ്. ടോക്കിയോ കൂടുതലല്ലേ? അല്ല, ലാസപ്സോ. എന്നാണ് പുതിയ ആനന്ദ് വിചാരിച്ചിരിക്കണ. ഇത് കൊള്ളാല്ലേ കളി. എവരി ബോയ്സ് ഡ്രീം. അത് എന്റെ ജേഴ്സി, ഇത് എന്റെ ജേഴ്സി, ഇത് ധോണിയുടെ. സുരേഖ നമ്മളൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹമാണ്, പക്ഷെ നടന്നില്ല. ഇത് RCBയുടെ സൈൻ. ഗബ്രി പറഞ്ഞു ഇതുപോലെ ഒരു ജേഴ്സി കിട്ടണം നോക്കി. ഓ, എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. സർപ്രൈസ്. ഇതിന്റെ ഡെബ്യൂട്ടേഷൻ ആയി ക്രിക്കറ്റ് കളിച്ച് ഇതാണ് ഇവിടുത്തെ ക്രിക്കറ്റിന്റെ സ്ഥലം. ഇതല്ലേ ഏട്ടാ വിരാട് കോഹ്ലിയുടെ? എടുത്തോട്ടല്ലേ ഏട്ടാ? മോനെ എന്താ നല്ല ഭയങ്കര വെയിറ്റ്ലെസ് അല്ലേ? ലെജൻഡിന്റെ ബാറ്റ്, ലെജൻഡ്. കുറച്ച് കൂടി ആകുമ്പോഴത്തേക്ക് വെയിറ്റ് തോന്നുന്നില്ല. വിരാട് കോഹ്ലിയുടെ ബാറ്റ്. സുജാന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാണ്. സുജേട്ടാ, ഒരുപാട് നല്ല ഓർമ്മകൾ. ഞാനും കൂടെ ഇന്ന് ഒരുപാട് നല്ല ഓർമ്മ കിട്ടി. ഇന്ന് ആദ്യമായിട്ട് സച്ചിൻ ചേട്ടന് നെറ്റ്സിൽ ബോൾ ചെയ്യാൻ പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് സച്ചിന്റെ വീട്ടിൽ വന്നു. എത്ര തവണ ഔട്ടാക്കി അത് ഞാൻ പറയില്ല. ലെജൻഡിന്റെ ഒരു ബാറ്റ് ഉണ്ട്.
അപ്പോൾ നമ്മളിനി ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടാ ടാറ്റ, അടുത്ത വരെ കാണാം. ഓക്കെ 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 ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വിളിക്കണം. തീർച്ചയായും. എന്നെ പോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. വീഡിയോകളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ മറ്റേ ഈ സ്റ്റിക്കറൊക്കെ പൊട്ടിച്ച് അതിന്റെ കവർ ഉണ്ടാ, കവറിന്റെ ക്വാളിറ്റി ഉണ്ടാ. പ്രീമിയം നോക്കണ്ട. അയ്യോ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അതിൽ വീഡിയോയിൽ ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്താ. ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നേ, അതായത് സത്യം പറഞ്ഞാൽ എളുപ്പം. പക്ഷെ അത് സംഭവം എൻ്റെ കാറിൽ കൊള്ളണില്ല. ഇത് പക്ഷേ നല്ല പ്രീമിയം ലുക്കാണ്. ഇത് കിട്ടില്ല, നല്ല ക്വാളിറ്റി കണ്ട. പക്ഷേ അത് ബ്ലാക്ക് ആയിരുന്നു എനിക്ക് കുറച്ച് താല്പര്യം. മറ്റേ അതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് വലിയ പണിയില്ല, ടക്ക് ടക്കനെ എടുത്ത് വെച്ചോട് ഇട്ടോട്. സോ ഗൈസ് ഇതാണ് ഇനി എടുക്കട്ടെ. ഇന്ന് വാങ്ങിച്ചുള്ളൂ. KL രാഹുൽ ഇന്നലെ 70 എത്ര അടിച്ച് ഗ്രീൻസ് കണ്ട അടുക്കടുക്ക് നിൽക്കണം. ഡബിൾ കളറാണ് കണ്ട. ഡബിൾ കളർ എൻ്റെ അടുത്തൊരു പ്ലെയർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ നല്ല ചെറിയ ഗ്രെയിൻസും ഈ ഡബിൾ കളർ വുഡാണെങ്കിൽ കിടിലൻ സാധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബോളോട് തട്ടി വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീൽ അറിയാം. വെയിറ്റ്ലെസ്. ഹാർദിക് പാണ്ഡ്യ നോക്കി പോയാണ്, പക്ഷെ ഹാർദിക് പാണ്ഡ്യയിലെ ബോട്ടം പ്രൊഫൈൽ കണക്കല്ല. പെട്ട സാധനമല്ലേ. ക്ലാസിക് പാഡ് കൂടി മേടിച്ചാൽ, ലെഗ് പാഡ് കൂടി മേടിച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഇവന് ഒരു SGയുടെ ഒരു പാഡ് ഉണ്ടായിരുന്നു. അതിപ്പോഴും അനീഷ് യൂസ് ചെയ്യണം, ഇപ്പോഴും യൂസ് ചെയ്യണം. പക്ഷെ അത് നമ്മൾ ഭയങ്കര കംഫർട്ടാണ്. കാരണം അത്ര നമുക്ക് കാലിൽ കിടക്കുന്ന അറിയത്തില്ല. പക്ഷേ എൻ്റെ ഇതിന് മുമ്പുള്ള സാധനമൊക്കെ പക്ഷേ നമുക്ക് അങ്ങനെ അറിയാം, ഒരു ഇച്ചിരി വെയിറ്റ് ബൾക്ക് ഫീൽ തോന്നും. പക്ഷേ ഇത് കറക്റ്റ് നമ്മളെ കാലിൽ ഒട്ടിക്കിടക്കും കേട്ടോ. അത് ഭയങ്കര കംഫർട്ട്. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാനൊരു ഗ്ലൗ മേടിച്ച്. ഗ്ലൗ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്റ്റിച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവരത് നമുക്കിത് റീപ്ലേസ് എന്ന് വെച്ചാൽ അകമുള്ള സാധനം ഫുള്ള് മാറ്റിയിട്ട് പുതിയത് വെച്ച് തരും. അത് എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിലും ഇല്ല, അത് ഈ SGയുടെ എക്സ്ക്ലൂസീവ് ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എക്സ്ക്ലൂസീവ് ഷോപ്പിൽ നിന്ന് എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒറിജിനൽ സാധനം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് എടുത്തത്. പിന്നെ ഞാൻ ഇത്രയും, അതായത് 70,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തത് കൊണ്ട് അവരെനിക്ക് എല്ലാ പ്രോഡക്റ്റും 25% ഓഫർ ഉണ്ടായിരുന്നു. എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മാത്രമാണ് ഞാൻ പറയണത്. പിന്നെ അടുത്ത് നമ്മൾ പോകുമ്പം 5% എന്തോ റെഡീം കൂപ്പൺ അങ്ങനെ എന്തോ ഒരു പുള്ളി അത് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നുപോയത്. എന്തോ ഒരു 5% എന്തോ റെഡീം ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തൊക്കെ ആയിട്ടുണ്ട്. ഗിഫ്റ്റ് കൂപ്പൺ പോലെ അങ്ങനെ എന്തൊക്കെ. പക്ഷെ ഇതിന്റെ സ്റ്റിക്കർ ഭയങ്കര വെറൈറ്റി അല്ലേ. ഇത്ര ആൾ SG ഇറക്കിയാല് നല്ല എല്ലാരും മാറി. സഞ്ജുവിന്റെ ബാറ്റിന്റെ സ്റ്റിക്കർ മാറി, ഹാർദിക് പാണ്ഡ്യയുടെ കുഴപ്പമില്ല. പക്ഷെ ഇത് ഇവിടെ കണ്ടോ നല്ല. നമ്മൾ ലെതർ ബോൾ കളിച്ചതിന് ശേഷം ഈ ഓരോ സ്പോർട്സ് ഷോപ്പിൽ പോകുമ്പോൾ ഈ പ്ലെയർ എഡിഷൻ ബാറ്റ് കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടിയൊരു സാധനമാണ് അത്. അതിന് എൻ്റെ വൈഫിനോട് ഞാൻ നന്ദി പറയണം. കാരണം നമ്മൾ ഇന്നലെ വെളുപ്പാങ്കാലം ഇവിടെ എത്തിയപ്പോഴത്തേക്കും, പക്ഷെ ഞാൻ കാറിൽ തന്നെ വെച്ചിരുന്നു. രാവിലെ ആയ ഉടനെ എത്തി. എങ്ങനെ രാവിലെ ആവണമല്ലോ, ആയ ഉടനെ ഉറക്കം. അതെ. പിന്നെ ഞാൻ ഇന്നലെ ഇത് സത്യം പറയാം പ്ലെയർ എഡിഷൻ ബാറ്റ് നോക്ക് ചെയ്യേണ്ടെന്നാണ് എല്ലാവരും പറയാറ്. ഞാൻ എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊന്ന് മെഷീൻ നോക്ക് ചെയ്ത് ഇനി ഹാൻഡ് നോക്ക് ചെയ്ത് എഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കണം. അടിച്ചതിന് ശേഷം ഈ ബാറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മേഘ തന്നെ ആയിരിക്കും. കാരണം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ് അത്. അവളാണ് എനിക്കത് മേടിച്ചത്. അതുകൊണ്ട് സോ പ്രൗഡ് മൈ വൈഫ്. താങ്ക് യു മേഘ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബാറ്റ് പാഡ് ഇതെല്ലാം കൂടി ഇട്ട് മേഘ തന്നെയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതുകൊണ്ട് മേഘയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കാണ്. നിങ്ങൾക്ക് എൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ എത്രമാത്രം സന്തോഷം. ഇനി ഞാൻ ബാറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ വാങ്ങത്തില്ല. ഇത് കാരണം 3 ബാറ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇനി എന്തായാലും ബാറ്റ് ഞാൻ ഒന്നും മേടിച്ചിട്ട് എക്സ്പെൻസീവ് ബാറ്റൊന്നും ഞാൻ വാങ്ങുന്നില്ല, നിർത്തി. ഇതോടുകൂടി എൻ്റെ ആഗ്രഹമായിരുന്നു, അത് കഴിഞ്ഞു. പോരാത്തിന് നമ്മൾ ബാക്കി മറ്റേ ബാറ്റ് കൂടി കിട്ടേണ്ട. ടോട്ടൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ബാറ്റുണ്ട്. ലെതർ ബോളിൻ്റെ ആണ് കേട്ടോ. ലെതർ ബോളിൻ്റെ ബാറ്റ് 3 ഉണ്ട്. ഇത് SS ആണ്. ഇതിൻ്റെ PD പൊട്ടി ഞാൻ റീഹാൻഡിൽ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ SGയുടെ സ്റ്റിക്കർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചു. ഇത് SS അങ്ങനെ ഇത് ഒരു 22 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 20 രൂപ 18 രൂപയ്ക്കുള്ളൂ. പക്ഷേ നല്ല സാധനമാണ്. ഇപ്പോഴും ഞാൻ അത് കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണിത്. പിന്നെ ഇത് ഡക്ബിൽ പ്രൊഫൈല്. ഇത് നമ്മൾ റീസെൻ്റ്ലി മേടിച്ച 52. ഇത് 1,10,000. ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് 3 വിധത്തിലുള്ള ബാറ്റ്. കൊതിയുന്നു. കാരണം പണ്ടൊക്കെ നമ്മൾ പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ ക്രിക്കറ്റിൻ്റെ എല്ലാ സാധനവും പ്രീമിയം സാധനം കയ്യിൽ വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് കുറേ സാധനങ്ങൾ പ്രീമിയം അല്ല ഇരിക്കുന്നത് ഏറ്റവും. എന്നാലും അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു ഞാൻ പിന്നെ SGയുടെ ഹെൽമെറ്റ് മേടിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ 2 ഹെൽമെറ്റ് ഉണ്ട്. വാങ്ങിച്ചാൽ ഇവിടെ വേറെ യൂസ് ഇല്ല. ഞാൻ
ഇത് മേടിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഗ്രേ നിക്കോൾസിന്റെ ഹെൽമെറ്റ് മേടിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്ത. ഇല്ലെങ്കിൽ ഫുൾ സാധനം ഞാൻ തന്നെ മേടിച്ചത്. നമ്മളെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ബാറ്റ് ഞാൻ കോച്ചിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആ സത്യം അഡിഡാസ്. അത് അങ്ങ് അറ്റം അത് അറിഞ്ഞൂടാ. പക്ഷെ അത് സത്യം പറഞ്ഞ അമ്മരുന്ന് പൈസ അടിച്ചു വെച്ചാൽ വാങ്ങിച്ചു കൊടുത്താണ് അവന് കളിക്കാൻ. പിന്നെ അത് തന്നെ അവന് ഫുൾ കിറ്റ് പിന്നെ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി SG യുടെ തന്നെ. എനിക്ക് ആ സമയത്ത് ഇങ്ങനെയായിരുന്നു എല്ലാ സാധനവും പ്രീമിയം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം SG യുടെ അത് KL രാഹുലിന്റെ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് കാറിൽ കൊള്ളത്തില്ല. കാരണം നമുക്ക് എറണാകുളത്തൊക്കെ ആണല്ലോ കളി വരുന്നത്. അപ്പോഴത്തേക്കും കാറിൽ കൊള്ളൂല. പിന്നെ ലഗേജ് ഒന്നും വെച്ചുകൊണ്ട് പോകാനേ പറ്റത്തില്ല. കാരണം ഭയങ്കര ബാക്ക് മിററൊന്നും പിന്നെ നോക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് ഞാൻ പിന്നെ ഇതെടുത്തത്. ഇത് പക്ഷെ കിടിലം സാധനം. കിടിലം നമ്മളൊരു നല്ല പ്രീമിയം. ഞാൻ വലിയ ഏതോ പ്ലെയറിനെ പോലെ തോന്നി ഇതോ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അങ്ങനെ അത്ര കളിയൊന്നും ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ ആഗ്രഹിച്ചങ്ങ് അതൊക്കെ. അപ്പോൾ നേടാൻ എൻ്റെ കൂടെ നിന്നത് എൻ്റെ വൈഫാണ്. ഇന്ന് അവളെ കുറച്ച് ഫോട്ടോ വെച്ച് റൂമിൽ വെട്ടിക്കണം. ഞാൻ ഇവിടെ തമാശ പറഞ്ഞാണ് അത് ഞാൻ വിചാരിച്ചത്. പിന്നെ അറിയാലോ മനസ്സ് പെട്ടെന്ന് മാറും. അത് പെൺകുട്ടികൾ അങ്ങനെയാണ്, പെട്ടെന്ന് മനസ്സ് മാറും. അത് മാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊണ്ടുപോയി കൊച്ചിയിൽ അന്ന് തന്നെ പറഞ്ഞതിൻ്റെ സ്പോട്ടിൽ തന്നെ കൊച്ചി കൊണ്ട്. പക്ഷെ അത് സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ഇത്രയും വിലയുള്ള ഒരു ബാറ്റ് എടുത്തൊന്നും എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇത്രയും വിലയുള്ള ബാറ്റ് മേടിച്ചെടുക്കുന്ന ആദ്യത്തെ വനിതയായിട്ട് ഞാൻ എൻ്റെ വൈഫിനെ കാണുന്നത്. കളി സെറ്റ്. അത് ബാറ്റ് തട്ടിയപ്പോഴേ എനിക്ക് ഇത് കോൺഫിഡൻസ്. അതെ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ.